ബിഗിനേഴ്സിനും അതേപോലെ തന്നെ ജിമ്മിൽ പോയിട്ട് ഇതുവരെ റിസൾട്ട് കിട്ടാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ വർക്കൗട്ട്, സെക്കൻഡ് വൺ ഡയറ്റ്, തേർഡ് വൺ സ്ലീപ്പ്. അപ്പൊ വർക്കൗട്ട് എടുക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ജങ്ക് വോളിയം അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം ഇന്റൻസിറ്റി വർക്കൗട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ പുഷ് പുൾ ലെഗ്സോ അല്ലെങ്കിൽ ബ്രോ സ്പ്ലിറ്റോ അല്ലെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റോ ഏത് സ്പ്ലിറ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിലും മാക്സിമം ഇന്റൻസിറ്റി വർക്കൗട്ടിൽ വരുത്താൻ നോക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ ഉദാഹരണം പുഷ് ഡേ എന്ന് വിചാരിക്കുക, നിങ്ങൾ ചെസ്റ്റിനെ കളിക്കണത്. ചെസ്റ്റിനെ കളിക്കുമ്പോൾ ലൈറ്റ് വെയിറ്റ് ഇട്ട് 10-25 റെപ്സ് അടിക്കാണ്ട് നിങ്ങളൊരു 6 to 10 റെപ്സിൽ ഫെയിലിയർ അച്ചീവ് ചെയ്യാൻ നോക്കുക. ആ 6 to 10 റെപ്സിൽ ഫെയിലിയർ വന്ന വെയിറ്റ് ഇട്ട് കളിക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ ബിഗിനേഴ്സും അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ചില ആൾക്കാരും ചെയ്യണ ഒരു റോങ് കാര്യമാണ്. ഇപ്പൊ ചെസ്റ്റ് ഡേ എന്നാണെങ്കിൽ ഒരു 5-6 എക്സസൈസ് ഒക്കെ 4 സെറ്റൊക്കെ വെച്ചടിക്കണ ഞാൻ കാണാറുണ്ട്. അതൊക്കെ വെറും വേസ്റ്റ് ഓഫ് ടൈമാണ്. നമ്മളായ ഒരു ഹൈ ഇന്റൻസിറ്റിയിൽ ഒരു 6 to 10 റെപ്സ് ഒക്കെ അടിക്കണമെങ്കിൽ ഒരു എക്സസൈസിന്റെ 2 സെറ്റിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. ആ 2 സെറ്റ് നമ്മൾ ഫെയിലിയർ വരെ അടിച്ചാൽ മതി. ഇത്രയും ജങ്ക് വോളി ആടിയിട്ട് ആവശ്യമില്ല. നമുക്ക് വീക്കിലി ശരിക്കും ഒരു മസിൽ ഗ്രൂപ്പിന് ഒരു 8 to 12 സെറ്റ്സ് മതി ടോട്ടൽ. സെക്കൻഡ് പറയുന്നത് ഡയറ്റ് ആണ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ചത്ത് വർക്കൗട്ട് ചെയ്തിട്ടും മര്യാദക്ക് ഡയറ്റ് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു കോപ്പും വരത്തില്ല. സോ ഡയറ്റിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ആവറേജ് പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് ഒരു പേഴ്സന്റെ ബോഡി വെയിറ്റ് ഇൻറ്റു 1.8 to 2.2 ഗ്രാം ആണ്. അപ്പോൾ നിങ്ങളൊരു 60 kg ആണെങ്കിൽ നിങ്ങളുടെ 60 kg ഇൻറ്റു 1.8 to 2.2 ഗ്രാം എത്ര നോക്കുക. എന്നിട്ട് അത് ഡെയിലി കവർ ചെയ്യാൻ നോക്കുക. അത്ര എമൗണ്ട് പ്രോട്ടീൻ ഡെയിലി കവർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ അതിന്റെ ഒപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും കാർബ്സും എടുക്കാൻ നോക്കുക. മൂന്നാമത്തെ പോയിന്റ് ആണ് സ്ലീപ്പ്. ഡയറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ലീപ്പ്. നമ്മളിപ്പോ ഹൈ ഇന്റൻസിറ്റിയിൽ വർക്കൗട്ട് ചെയ്ത് നല്ല ഡയറ്റും കൊടുത്തിട്ട് നമ്മുടെ സ്ലീപ്പ് ശരിക്കും ഷോകാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് റിക്കവർ ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി ഒരു 8 hour എങ്കിലും ഒരു ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് വേണം. ഈ ഒരു 3 കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും. നിങ്ങൾ ഒരു 1 month ഈ 3 കാര്യം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് വന്നിരിക്കും.